പിന്നെ എൻ്റെ ഷൂട്ടിനുള്ള ഔട്ട്ഫിറ്റ് ഇതൊന്നുമല്ല. ഷൂട്ടിനുള്ള ഔട്ട്ഫിറ്റ് വേറെയാണ്. ഇതെങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? അതിന് വേറെ ഔട്ട്ഫിറ്റാണ്. അത് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതുകൊണ്ടിട്ട് പറ്റുമെങ്കിൽ അവിടെ ചെന്നിട്ട് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ആരാ എടുക്കുന്നത്? ക്യാമറമാൻ ഇതൊന്നും എടുക്കില്ല. വരുന്ന മോഡൽസ് ഉണ്ടാവുമല്ലോ, അവരെ കൊണ്ട് എടുപ്പിക്കുക. നമ്മൾ മോഡൽസിനെയൊക്കെ ഈ കയ്യിലെടുക്കലല്ലേ. പ്രാവശ്യം പക്ഷേ ആരോട്ടും അങ്ങനെ ഓവർ അറ്റാച്ച്മെൻ്റ് ഒന്നും തോന്നിയില്ല. എന്തോ അങ്ങനെ ആവാണ്ടിരിക്കുന്നത് നല്ലതെന്ന് എനിക്കും തോന്നി. എന്തിനാ, എല്ലാവരും വന്നവർ പോവും, വന്നവരാ വഴിക്ക് പോകുമെന്ന് വിചാരിക്കുന്ന കൂടുതൽ. പിള്ളേരെല്ലാം ഫാൻസായിരുന്നു, എൻ്റെ ചെറിയ കുഞ്ഞുങ്ങളെല്ലാം. ബാക്കിയുള്ളവരെ ഞാൻ അടുപ്പിക്കാനൊന്നുമല്ല, ഭയങ്കര ഹാർട്ടിലോട്ട് കയറ്റാൻ പോയില്ല. പിന്നെ നമ്മൾ പിരിഞ്ഞിട്ട് പിന്നെ മിണ്ടാണ്ടിരിക്കുമ്പോണ്ടല്ലോ ഭയങ്കര പെയിൻഫുള്ളാണ്. അവർക്ക് അങ്ങനെയൊന്നുമില്ല. അവരുടെ മനസ്സൊക്കെ മരവിച്ച മനസ്സുകളായിരിക്കണം. അങ്ങനെയുള്ളവരെ പിന്നെ കോണ്ടാക്ട് ചെയ്യാത്തതും അങ്ങനെയല്ല. എന്ന് വെച്ചാൽ കാർത്തിക് ലവ് യുടാ, അവന് എൻ്റെ പെണ്ണും മെസ്സേജൊക്കെ ഇടാറുണ്ട് ഇടയ്ക്ക്. കിട്ടിയതിൽ ബെനിഫിറ്റ് അവർ രണ്ടാളാണ്. പിന്നെ ആൻസി ഇവരൊക്കെ മെസ്സേജ് ഇടലുണ്ട്. പിന്നെ അങ്ങനെയുള്ളതിൽ ആൻസി പിന്നെ കാർത്തിക്, റോബിൻ അങ്ങനെ എനിക്ക് അയക്കാനൊന്നും പറ്റില്ല. റോബിന് പകരമാണ് ആൻസി അയക്കുന്നത്. പിന്നെ അയക്കുന്നത് നമ്മുടെ കാർത്തിക്, പിന്നെ നമ്മളെ പൂജാരി, കാർത്തിക്കിൻ്റെ വൈഫ്. അതൊരിക്കലും മറക്കില്ല. ലവ് യു. ഞാൻ ട്രിവാൻഡ്രം ഇനി അടുത്ത് എപ്പോൾ ഷോയ്ക്ക് വന്നാലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിരിക്കും. ഇടയ്ക്ക് ഞങ്ങളുടെ വന്നിരുന്നോ? പറ്റിയില്ലടാ. പിന്നെ ഇതിനിടയ്ക്ക് എനിക്ക് കുറേ പേരെ മിസ് ചെയ്തിട്ടുണ്ട്. സ്റ്റേഷനിൽ സാറ്, പിന്നെ സാറിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. സാറ് അത് മനസ്സിലാക്കില്ല. കാരണം എനിക്ക് ഒട്ടും വയ്യായിരുന്നു, അതുകൊണ്ട് എനിക്ക് പറയാനും പറ്റിയില്ല. പിന്നെന്താ, എനിക്കറിയാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ അറിയാം ഞാൻ. കാരണം സാറിൻ്റെ ഒരു ഡ്യൂട്ടി പോകണ്ടെന്ന് വെച്ച് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അന്ന് ഒട്ടും വയ്യാണ്ടാണ് ഞാൻ വന്ന് തിരിച്ച് പോയതൊക്കെ. അത് അവരത് കണ്ടില്ല, എന്നെ ശ്രദ്ധിച്ചിട്ടില്ല. പോവാന്ന് വെച്ച് ഞാൻ പോവാന്ന് പറഞ്ഞു. പിന്നെ ആരാ, ഇത്ര പേര് തന്നെ കോണ്ടാക്ട് ഉള്ളത് കേട്ടോ. മനസ്സാക്ഷിയുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ജെനുവിനാന്ന് തോന്നിയിട്ടുള്ള ഇത്ര പേരേ ഉള്ളൂ. വേറെ ആരും അവിടെ ജെനുവിനായിരുന്നു. അവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, അവരുടെ മൈൻഡ്. എൻ്റെ കൂട്ടം മൈൻഡ് ആയിരുന്നുകൊണ്ടായിരിക്കാം ഇവരെന്നെ എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്, അവരായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ആരോടും മൈൻഡാക്കാനേ പോയില്ല. അല്ല, ഒരു നമ്മളെന്തിനാണോ പോയത് അതിന് പോയിട്ട് തിരിച്ചു വന്നു. പെൺപിള്ളേരൊക്കെ നല്ല കമ്പനിയായിരുന്നു. ഒരുപാട് പെൺപിള്ളേരുണ്ടായിരുന്നു. കുറേ ചെക്കന്മാരിക്കൊണ്ട് 10-60 പേരുണ്ടായിരുന്നു. ഞാൻ ആരെയും മൈൻഡാക്കാൻ പോയില്ല. ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ നിന്ന് ഇനിയിപ്പോൾ ഇവിടെ പോകുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഞാൻ ആരെയൊക്കെ തോളത്ത് കയറിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പഠിക്കാൻ പോകുന്നിടത്തും ഞാൻ ആരുമായിട്ടും അങ്ങനെ ഇതായിട്ട് നിൽക്കുന്നില്ല. എൻ്റെ സ്റ്റാൻഡ് വിട്ട് ഞാൻ നിൽക്കുന്നില്ല. ഇതുവരെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഭയങ്കരമായിട്ട് കത്തി വെച്ച്